അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം, അനുഗ്രഹത്തിന് അണിപ്രതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ എവിടെയായിരിക്കുന്നു അവിടെ നിനക്ക് അനുഗ്രഹം ആവശ്യമുള്ള ഇടത്ത് വസ്തുക്കൾ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിപ്പോൾ എടുക്കാവുന്നതാണ്. ഞാൻ നിനക്ക് 1 മിനിറ്റ് സമയം തരികയാണ്. ഈ നിമിഷത്തിനുള്ളിൽ നീ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് നീ കയ്യിലെടുക്കേണ്ട വസ്തുക്കൾ ചിലപ്പോൾ പ്രമാണമാകാം, ചിലപ്പോൾ പറ്റുചീട്ടാകാം, ചിലപ്പോൾ പരീക്ഷ പേപ്പറാകാം, ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഹോൾ ടിക്കറ്റുകളാകാം. എടുക്കും മക്കളെ. അല്ലെ നിനക്ക് പോകേണ്ട ഓരോ വീടിന് നമ്പരിടിക്കേണ്ട സ്ഥലങ്ങളാകാം, അല്ലെങ്കിൽ പുതിയ പാഠങ്ങൾ നേർത്തി ചെറിയ വീടുകൾ വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കാം നിൻ്റെത്.
അല്ലെങ്കിൽ നിന്റെ ഇന്റർവ്യൂവിൻ്റെ പേപ്പറാകാം, പേനയാകാം, അല്ലെങ്കിൽ നീ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ആകാം. എടുക്കും മക്കളെ. കർത്താവേ, അങ്ങയുടെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനേക്ക് നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിന്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം, മീറ്റിംഗ് ആകാം, അവിടെ ഉണ്ടാകുന്ന ക്രിറ്റിസിസം ആകാം, നിന്നുള്ള ചോദ്യം പറച്ചിലാകാം, എന്തും ആയിക്കൊള്ളേ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood. I bless and hallow you. ഇന്ന് ഒരു സാക്ഷ്യമുണ്ടായി. ഒരു മോള് പറയണത്, ഞാൻ കർത്താവിനോട് ഒന്നേ പറഞ്ഞുള്ളൂ, ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുമ്പിട്ട് നിൽക്കാൻ നീ എന്നെ അനുവദിക്കരുത്. എന്നാ വർത്തവനാണ് ആൾക്കാർക്ക് പറഞ്ഞു കൂട്ടുന്നത്. ഇക്കാലമാണ് പാപം കൊണ്ട് ജനം ആ പെരുന്നാൾ നടത്തുന്ന ഒരു കാലത്ത് ഒരു ഉടമ്പടി ക്രിസ്ത്യാനി ദൈവത്തോട് പറയുന്ന പ്രാർത്ഥനക്ക് ഭയങ്കരമായ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പറയണത്? ഒരു പാപം ചെയ്ത് നിൻ്റെ മുമ്പിൽ തലയും കുനിച്ചിട്ട് നിൽക്കേണ്ട ഒരവസ്ഥ എനിക്ക് വരരുത്. അതാണ്. അത്രയും മനുഷ്യന്മാർ വിശുദ്ധമായിട്ട് ജീവിക്കുക. ഇപ്പം എല്ലാവരും വിചാരിക്കണേ എല്ലാവരും പറഞ്ഞു പരത്തേണ്ടത് മനുഷ്യൻ മുഴുവനും ഇങ്ങനെ പിഴയാണെന്ന്. അങ്ങനൊന്നുമല്ല. മനുഷ്യൻ മുഴുവനും പിഴയാണെന്ന് ഓരോ അണ്ണന്മാരും ഓരോരുത്തരെയും കുറിച്ച് നിങ്ങൾ ഇതുപോലെ ബ്രാൻഡ് ചെയ്യുമ്പോൾ ഓർക്കുക, ഈ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കൂടി സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ട് ദൈവരാജ്യം അടിച്ചു മാറ്റുന്ന ഒത്തിരിയേറെ അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ട്. വിശുദ്ധിയുടെ അടിയൊഴുക്കുകൾ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കണം ലോകം മുഴുവൻ പോക്കാണ്, അതിനെ കുരിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ. പക്ഷെ അല്ല, ഒരു സമൂഹം ഉണ്ട് ഇവിടെ. അവരെ പ്രതിയാണ് ദൈവം ലോകത്തെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് പോണത്. വിലാപം 3:22. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഇപ്പം എന്തെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായാലും ഈ വിശ്വസ്തത ഇങ്ങനെ വെള്ളത്തിന് മീതെ നിൽക്കും. അതാ ഉന്നതം എന്ന് പറയുന്നത്. വെറുതെ ഉന്നതം. ബൈബിളിൽ ഉന്നതം, കുന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കലാപകാലത്ത് കയറി നിൽക്കാനുള്ള ഇടമാണ്. അവരെപ്പോഴും അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. കർത്താവിൻ്റെ പാറയാണ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പാറയൊക്കെ കഠിനമുള്ളതല്ലേ എന്ന് വിചാരിക്കും. പറവൻ്റെ ഹൃദയം പോലെയാണ് കർത്താവ്. അങ്ങനെയല്ല. പാറയെന്ന് പറയുമ്പോൾ ഞാൻ ആശ്രയിക്കുന്ന പാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ കാലം വരുമ്പോഴും പട വരുമ്പോഴും മനുഷ്യൻ സംരക്ഷിക്കപ്പെടുന്നതും ഗുഹകൾ പോലെയുള്ള ഗുഹയും പാറയെന്ന് അവർ പറയണത്. സങ്കീർത്തനം 27:5. ക്ലേശകാലത്ത് അവിടുന്ന് തന്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. അപ്പം അത് ക്ലേശകാലമായാലും യുദ്ധകാലമായാലും വെള്ളപ്പൊക്കകാലമായാലും കർത്താവ് ഉയർന്ന പാറമേൽ നമ്മൾ നിർത്തും. കർത്താവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയണതാണ്. ഇരിക്കട്ടെ. ആദ്യമേ തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സ്നേഹ ജോസഫ്. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത കുളത്തൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു അത്ഭുതമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 21
കിട്ടിയ സാക്ഷ്യങ്ങൾ പറയുന്നതിന് മുൻപേ എങ്ങനെയാണ് ആ ഉടമ്പടിയിലേക്ക് ഞാൻ എത്തിയതെന്നാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ OET എക്സാം എഴുതുന്നതിൻ്റെ ആവശ്യമായിട്ടാണ് സത്യത്തിൽ കൃപാസന മാതാവ് അല്ലെങ്കിൽ അതിന് ചുറ്റുപാടുകളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് ആ സമയത്തോടു കൂടിയാണ്. ഞാൻ ആദ്യമേ OET എക്സാം എഴുതുന്നത് സെപ്റ്റംബറിലാണ്. ആ OET എക്സാം മുതൽ മമ്മി പറയുന്നുണ്ട് എൻ്റെ അടുത്ത്, കൃപാസന മാതാവിൻ്റെ അടുത്ത്, നീ പ്രാർത്ഥിക്ക്, നീ പ്രാർത്ഥനയിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നിനക്ക് മാതാവ് നീ ചോദിക്കുന്ന എന്തും തരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനു മുൻപേ തന്നെ പ്രാർത്ഥന എന്താണ് ഓരോ കൂദാശകളെന്നുള്ള കാര്യങ്ങളിൽ സാധാ ഒരു ക്രിസ്ത്യാനിയെ പോലെയുള്ള ഒരു ചെറിയ തോതിലുള്ള ഒരു വിവരവും കാര്യങ്ങളും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കുർബാനയ്ക്ക് പോയാൽ തന്നെ 1.5 മണിക്കൂർ കുർബാന കാണണം, അത്ര നേരം പള്ളി നിൽക്കണം എന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നു. അല്ലാതെ പോയി പ്രാർത്ഥിക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആ സമയത്ത് ചിന്തിച്ചിട്ടേ ഇല്ല. വയസ്സ് 10-25 എന്ന് പറഞ്ഞിട്ടും ആ സമയങ്ങളിൽ എനിക്ക് അങ്ങനൊരു തോന്നലേ ഉണ്ടായിട്ടില്ല. പള്ളിയിൽ പോകുന്നു, കുർബാന അച്ഛൻ ചെല്ലുന്നു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാഴ്ചകൾ കാണുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അല്ലാതെ കൂദാശ എന്താ, അതിനുവേണ്ടി ഞാൻ ഈശോയോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഒന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി. മമ്മി എൻ്റെ അടുത്ത് ഫസ്റ്റ് OET എക്സാം ഞാൻ എഴുതാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, നീ കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, നീ പോയി വന്ന് ഉടമ്പടി എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു, അത്രയ്ക്ക് പവറുള്ള മാതാവാണെങ്കിൽ ഞാൻ എക്സാം എഴുതുമ്പോൾ എനിക്ക് റിസൾട്ട് തരട്ടെ, എന്നിട്ട് ഞാൻ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, നീ ഇപ്പം ഈ പറഞ്ഞതിന് നീ തിരിച്ച് പറയുന്ന ഒരു അവസരം വരുമെന്ന് പറഞ്ഞു. കറക്റ്റ് അതേപോലെ ഫസ്റ്റ് എൻ്റെ OET റിസൾട്ടിൽ ഒരു സബ്ജക്റ്റിന് എനിക്ക് കിട്ടിയില്ല, റിക്വയർഡ് ആയിട്ടുള്ള മാർക്ക് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ തിരിച്ചറിഞ്ഞു എന്നെ ആരോ വിളിക്കുന്നുണ്ട്. ഞാൻ എന്നിട്ടും മനസ്സുകൊണ്ട് പോവണ്ട, ഞാൻ ഇതിലൊന്നും കൂടുതൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വരും, അങ്ങനത്തെ കുറേ ചിന്തകളായി. പിന്നെ മമ്മി എനിക്ക് വേണ്ടി നിറയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ക്രിസ്ത്യാനിയാണ്, പള്ളിയിൽ പോകുന്നുണ്ട്, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും കൂടുതലായിട്ടുള്ള അനുഷ്ഠാനങ്ങളൊന്നും ഞാൻ അനുഷ്ഠിക്കുന്നില്ല. കുമ്പസാരിക്കുകയും ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഒരു ഒഴുക്കിലങ്ങ് പോകുക, അത്രേ ഉള്ളൂ. അങ്ങനെ മമ്മി ഒത്തിരി പ്രാർത്ഥിച്ചു. മമ്മിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ഞങ്ങൾ 3 മക്കളുണ്ട്, ഞങ്ങളെ 3 മക്കളെയും പ്രാർത്ഥനയിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവന്ന മമ്മിയാണ്. എൻ്റെ മാമോദിസ പേര് മരിയ എന്നാണ്, മമ്മിയുടെയും മരിയ എന്നാണ്. അതേപോലെ മാതാവിനെ പോലെ മാതാവ് എങ്ങനെയാണോ തൻ്റെ മകനെ ചേർത്ത് പിടിച്ചത്, അതേപോലെ ഞങ്ങളുടെ മമ്മി ഞങ്ങളെ ചേർത്ത് പിടിച്ചാണ് ഞങ്ങളെ ക്രിസ്ത്യാനി ആ ഒരു കൾച്ചറിലെല്ലാം കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഒക്ടോബർ 21 2023 ഒക്ടോബർ 21 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയത്തില്ല പിന്നെ എനിക്ക് എന്താണ്, ബൈബിള് വായിക്കണം, കുർബാന സ്വീകരിക്കണം, ആകെപ്പാടൊരു വെപ്രാളവാണ്. ഒരു ഞായറാഴ്ചയെങ്കിലും കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് കുമ്പസാരിക്കണം, അങ്ങനെ അറിയത്തില്ല. നമ്മുടെ എന്തൊക്കെയോ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നു എന്ന് പറയില്ലേ, ആ ഒരു തെറ്റുകൾ നമ്മുടെ മനസ്സിലിട്ട് ഇങ്ങനെ കുത്തുന്ന ഒരു ഫീലാണ് എനിക്ക്. ബൈബിൾ വായിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട്, ആകെപ്പാടെ പ്രശ്നം. അങ്ങനെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ എക്സാമിന് ഡേറ്റ് കിട്ടുന്ന ഡിസംബർ 16 ഞാൻ ഡിസംബർ 16 എക്സാമിന് പോകുന്നു 2023. ഞങ്ങളുടെ ഒരുപാട് ചേഞ്ചസ് വന്നു ആ സമയത്ത് എക്സാമിനൊക്കെ. ഞാൻ പ്രതീക്ഷിച്ചു എനിക്ക് കിട്ടത്തില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചത്. എക്സാമിന് പോയി, എനിക്കൊന്നും കേൾക്കുന്നില്ല. ലിസണിങ് എക്സാമിന് എനിക്കൊന്നും കേൾക്കുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ എഴുതേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഹെഡ്ഫോൺ വെക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് പോവുക, എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ വെച്ച് എൻ്റെ മനസ്സിലാരോ അച്ഛൻ പറഞ്ഞ ഒരു വാക്ക്, പ്രൈവറ്റ് ഡിറ്റക്ഷൻ ആണ്. നീ പറയുന്ന കേട്ടെഴുതെന്ന്. എനിക്ക് ചെവി കൂടെ പറയുന്ന ഒന്നും കേട്ടുകൂടാ. പക്ഷെ എൻ്റെ മനസ്സിലിരുന്ന് ആരൊക്കെയോ ഉത്തരം പറഞ്ഞു തരുന്നു. ആ ഉത്തരങ്ങളാണ് ഞാൻ എഴുതിയത്. ജനുവരി 16 എൻ്റെ റിസൾട്ട് വന്നപ്പോൾ 4B നൽകി മാതാവ് എന്നെ അനുഗ്രഹിക്കുക ചെയ്തത്. ഞാൻ ഉറപ്പ് പറയുക, ഞാൻ കേട്ടതൊന്നും എഴുതിയിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല എഴുതാൻ വേണ്ടി. എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞു തന്നത് മാത്രമാണ് ഞാൻ എഴുതിയത്. അങ്ങനെയാണ് എനിക്ക് ആ ടൈമിൽ OET ഫുൾ ക്ലിയർ ചെയ്ത്. അപ്പം ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അന്ന് വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് വേറെ 6 കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞു. 6 കാര്യങ്ങൾ എന്തൊക്കെയോ എഴുതി എന്നുള്ളതല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചത് OETക്ക് വേണ്ടി മാത്രമാണ്. OETക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. OET എനിക്ക് മാതാവ് തന്നു. എല്ലാവരും പറഞ്ഞു 4B ഉണ്ടല്ലോ, നീ അയർലൻഡ് നോക്കുക, UK നോക്കുക. എനിക്കറിയത്തില്ല, എന്തോ ചെയ്യണമെന്നറിയത്തില്ല. എൻ്റെ മനസ്സിൽ നിന്ന് എന്തിനു വേണ്ടി സെലക്ഷൻ എടുക്കണമെന്നും അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വീണ്ടും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ മറ്റുള്ളവരെ ഓരോ തവണ ആരെ കാണുമ്പോഴും പാവപ്പെട്ടവരാണ്, ആരെ കാണുമ്പോഴും മാതാവേ എന്നിലൂടെ അവർക്ക് എന്തുപകാരമാണോ നീ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനായിട്ട് എന്നെ അനുവദിക്കണേന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഓരോ പ്രാർത്ഥനകൾ പോലും വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ
UK ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് തോന്നി. UK അപ്ലൈ ചെയ്തു. ആരൊക്കെയോ പറഞ്ഞതിൻ്റെ ഇതിൽ. പക്ഷേ ഞാൻ UK എനിക്ക് ജോലി വേണമെന്ന് അന്ന് ഉടമ്പടി എടുത്ത് ഇന്നിപ്പോൾ 6ാമത്തെ തവണയാണ് പുതുക്കുന്നത്. ഇതുവരെ ഞാൻ UK എനിക്ക് ജോലി വേണമെന്നുള്ളത് ഞാൻ എൻ്റെ ഉടമ്പടി പത്രത്തിൽ എഴുതിയിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടില്ല. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്നെ, നീ എങ്ങോട്ടാണോ മാതാവെ, നീ എവിടാണോ എനിക്ക് ഒരുക്കിയിരിക്കുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങിയത്. വിട്ടു, എന്തെങ്കിലും എവിടെയെങ്കിലും ജോലി കിട്ടട്ടെ എന്നുള്ള ഇതിൽ വിട്ടു. അങ്ങനെ ഇരിക്കുമ്പം ഈ വർഷം ജൂലൈ 26-ാം തീയതി സൗദിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. അവർക്കവിടെ ആവശ്യമുള്ള സ്റ്റാഫ് ICU സ്റ്റാഫും പീഡിയാട്രിക് സ്റ്റാഫുമായിരുന്നു. എനിക്ക് എക്സ്പീരിയൻസ് കാഷ്വാലിറ്റിയിലാണ്. എനിക്ക് പീഡിയാട്രിക്കിനെ കുറിച്ചും അറിഞ്ഞുകൂടാ, ICUയിൽ എന്താ നടക്കുന്നതെന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് അന്നത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉപ്പിട്ട് വെളി പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് എൻ്റെ ഈ മാതാവിനെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ കയ്യിൽ നിന്ന് താത്തു വെച്ചിട്ടില്ല. എവിടെ പോയാലും ഈ മാതാവിനെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. എങ്ങാനും എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ മാതാവിനെ വിട്ടു പോയാൽ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ തോന്നിക്കും, പോയി നീ മാതാവിനെ എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ മാതാവിനെയും കൊണ്ടേ ഞാൻ എവിടെയും പോയിട്ടുള്ളൂ. അന്നത്തെ ഇൻ്റർവ്യൂവിന് കയറി അകത്ത് ചെന്നപ്പോൾ ഒരു ഫിലിപ്പിയൻ സ്ത്രീയാണ് ഇരിക്കണത്. എനിക്കറിയത്തില്ല പുള്ളിക്കാരി എന്താ പറയുന്നത്. എനിക്ക് ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്നോ ഞാൻ ആലോചിച്ചു പോയേ. മാതാവിൻ്റെ അടുത്ത് നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ, അതേപോലെ ഞാൻ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറയുന്നു. എൻ്റെ കൂടെ വന്ന സ്റ്റാഫുകൾ ICU എക്സ്പീരിയൻസ് ഉള്ളവരും പീഡിയാട്രിക് എക്സ്പീരിയൻസ് ഉള്ളവരും 10 സ്റ്റാഫ് എൻ്റെ കൂടെ വന്നു. അതിൽ 9 പേർക്കും കിട്ടിയില്ല. എനിക്ക് മാത്രമേ അന്നത്തെ ആ സെലക്ഷൻ കിട്ടിയിട്ടുള്ളൂ. ആ സെലക്ഷൻ കിട്ടിയതും കുറച്ച് വേറെ എൻ്റെ ഏജൻസിയിൽ തന്നെ സെലക്ഷൻ കിട്ടിയ വേറെ കുട്ടികളുണ്ട്. ആർക്കും ഓഫർ ലെറ്റർ വന്നില്ല. എനിക്ക് മാത്രമേ ഓഫർ ലെറ്റർ വന്നിട്ടുള്ളൂ. 1 വീക്കിനകത്ത് ടിക്കറ്റ് കിട്ടിയ ഞാൻ സൗദിക്ക് പോകാൻ വേണ്ടി ഇരിക്കുക. ഞാൻ എന്താണോ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചത് അതൊന്നുമല്ല മാതാവ് നമുക്ക് വേണ്ടി തരിക എന്ന് പറയത്തില്ലേ, നമുക്ക് എന്താണോ നല്ലത്. ഞാൻ എന്തെങ്കിലും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊള്ളൂല്ലെങ്കിൽ മാതാവ് തരുമില്ല, പകരം അതിനെക്കാട്ടി നല്ലതേ തരുള്ളൂ. അതേപോലെ 2022 മുതൽ ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് എൻ്റെ അനിയന് ചൊറിച്ചിൽ, ഭയങ്കര രീതിയിലുള്ള ചൊറിച്ചിലായിരുന്നു. ഒരു വർഷം തന്നെ പർട്ടിക്കുലർ മന്ത്സിൽ ചിലപ്പം 3 മാസത്തിലൊരിക്കൽ, ചിലപ്പോൾ 2 മാസത്തിലൊരിക്കൽ ചൊറിഞ്ഞ് പൊട്ടും. ദേഹം അത്രയും നല്ല രീതിയിൽ ചൊറിഞ്ഞ് പൊട്ടും. ഇതുപോലൊരു ആൾക്കൂട്ടത്തിലൊന്നും വരാൻ പറ്റത്തില്ല. ഡ്രസ്സ് ചുവന്ന നേരം ഇടാൻ പറ്റത്തില്ല. ഫാനില്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. എൻ്റെ അനിയത്തി കട്ടിലേൽ വെറും പേപ്പർ വിരിച്ചിട്ട് അതിലാണ് അവൾ കിടന്നുകൊണ്ടിരിക്കുന്നത്. കിടന്നുകൊണ്ടിരുന്നത് ഡ്രസ്സ് പോലെ ഒക്കെ ഇടാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാണോ ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഞാൻ എൻ്റെ നിയോഗ പേപ്പറിൽ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഉപ്പ് ഇവിടുന്ന് തന്നുവിട്ട ഉപ്പ് ഞാൻ കുളിക്കുന്ന വെള്ളത്തിലും അനിയനും വീട്ടിലെല്ലാവരും കുളിക്കുന്ന വെള്ളത്തിലും ഇട്ട് ചൂടാക്കിയ വെള്ളം വെച്ച് കുളിക്കാൻ തുടങ്ങി. 2023 ഒക്ടോബർ 21-നാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അന്ന് മുതൽ ഇന്ന് 2025 സെപ്റ്റംബർ 23-ആയി. ഇന്ന് വരെ ഒരു 5-6 തവണയെങ്കിലും ഈ ചൊറിച്ചിൽ വന്നു പോവേണ്ടതാണ്. എന്നാണ് ഉടമ്പടി എടുത്തത് അതിനുശേഷം ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇങ്ങനൊരു ചൊറിച്ചിൽ വന്നിട്ടില്ല. മാതാവ് എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ ഒരു പിശാച് ബാധത്തിനെ എടുത്തു മാറ്റുകയാണ് ചെയ്തത്. ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അതേപോലെ ഞാൻ ആദ്യമേ പറഞ്ഞു പള്ളി പോകുന്ന കാര്യവും പബ്ലിക്കിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുക എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പോലും നീ നിൻ്റെ മാതാവിൻ്റെ അടുത്ത് പറയണം, ഇന്ന കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തരാൻ വേണ്ടി നീ നിൻ്റെ മാതാവിൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരുപാട് പേർക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടി. നമ്മളെ മാതാവ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മളിവിടെ വരത്തുള്ളൂ. അങ്ങനെ നമ്മളിവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മാതാവ് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം റെഡിയാക്കി തന്നിരിക്കും. നമ്മളെ മൊത്തത്തിൽ മാറ്റും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക, ഞാൻ ഇങ്ങനെ ഒരാളല്ലായിരുന്നു ഇവിടെ വരുന്നിടം വരെ. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നാണക്കേടായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ചിന്തിച്ചു നോക്കിയാൽ. പക്ഷെ ഞാൻ ഇന്ന് ഇത്രയും ആൾക്കാരുടെ മുന്നേ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ടെങ്കിൽ എന്നെ മാതാവ് അത്രയ്ക്കും മാറ്റിയിട്ടുണ്ട്. അതിൽ ഞാൻ ഒരുപാട് മാതാവിനോടും തിരുക്കുമാരനോടും ഒരുപാട് താങ്ക്ഫുള്ളാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അമ്മമാർ, അല്ലെ എനിക്ക് അറിയത്തില്ലാത്ത ആൾക്ക്, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ നോക്കാനില്ലാത്തവരൊക്കെ വന്ന് ആരെങ്കിലും മക്കളൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിട്ട് പോകും, ആരെങ്കിലും സിസ്റ്റർമാരൊക്കെ നോക്കിക്കോട്ടെ എന്ന്. ആരെയും ഞാനിതുവരെ ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല. നമുക്ക് മാതാവ്, ഞാനെല്ലാം ഒരു അവസരമായിട്ടാണ് കണ്ടിട്ടുള്ളത്. മാതാവ് എനിക്ക് തന്നൊരവസരം, ആ അമ്മേനെ അല്ലെങ്കിൽ ആ അച്ഛനെ നോക്കാനുള്ളൊരവസരം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും
എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ നോക്കുന്ന പോലെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടെ ഞാൻ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്തത്. അവിടുത്തെ മെഡിക്കൽ കോളേജിലും അവിടുത്തെ ജനറൽ ആശുപത്രിയിലൊക്കെ പോയി ഞാൻ ഫുഡ് ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. എനിക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ കൊണ്ടു കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് അവിടെ ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇവിടുന്ന് വാങ്ങിക്കുന്ന പത്രം, സത്യം പറഞ്ഞാൽ ആദ്യത്തെ തവണ ഞാൻ പത്രം വാങ്ങിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ അന്നേ വരെ തുറന്ന് നോക്കിയിട്ടുമില്ല, വായിച്ചിട്ടുമില്ലായിരുന്നു. ഞാൻ ഓരോരുത്തർക്കും കൊണ്ടു കൊടുത്തിട്ട് ഞാൻ ആലോചിക്കും, പിന്നെ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിക്കാൻ തുടങ്ങി, നീ എന്നാത്തിനാണ് ഇത് ഓരോരുത്തർക്ക് കൊണ്ടു കൊടുക്കുന്നത്, അതിനകത്ത് എന്താ നിനക്കറിയാമോ എന്നുള്ള ചോദ്യം എന്നെ മാതാവ് ഒരുപാട് ഹോണ്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ വെട്ടുകാടെന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ പോയിരുന്ന് പത്രം വായിച്ച് കുറേ അമ്മച്ചിമാരൊക്കെ ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് പത്രം വായിച്ചു കൊടുത്ത്, കുറേ വയസ്സായവരൊക്കെ പ്രാർത്ഥിക്കാനൊരു സ്ഥലം നോക്കി പോയിരിക്കുന്ന ആ ഏരിയയിലൊക്കെ ഒരുപാട് പേരുണ്ട്. അവരുടെ അമ്മച്ചിമാർക്കൊക്കെ പോയിരുന്ന് പത്രം വായിച്ചു കൊടുത്ത് അവരുടെ കൂടെയൊക്കെ ഒരുപാട് സമയം ചിലവഴിച്ച് അതിനകത്തൊക്കെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവാൻ തുടങ്ങി. മറ്റേത് സിനിമയ്ക്ക് പോകുന്നതും കറങ്ങാൻ പോകുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതൊക്കെ അതിലൊക്കെ ആയിരുന്നു ഞാൻ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയത് എന്നുണ്ടെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇപ്പം ഇതിനകത്തൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്ത് ചെയ്താലും നമുക്ക് ഒരു തൃപ്തി വരത്തില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ മമ്മി പറയും. എൻ്റെ പേര് സോഫിയാമ്മ. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 22 അത്ഭുതമെന്ന് പറയട്ടെ, ഞാൻ 10 വർഷമായിട്ട് എൻ്റെ തല തൊട്ട് കാലിൻ്റെ വെള്ള വരെ ചൊറിഞ്ഞു പൊങ്ങി ബോധം കെട്ട് പോകും. എന്നെ ഉടനെ വണ്ടി പിടിച്ച് മെഡിക്കൽ കോളേജുകളിലോ അടുത്തുള്ള ഹോസ്പിറ്റലിലോ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കും. അത് കഴിയുമ്പോഴാണ് ഞാൻ നോർമലിലാകുന്നത്. അതെനിക്ക് ഇങ്ങനൊരു ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വന്നിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അന്നത്തെ ഞാൻ ദേഹത്ത് ചൊറിഞ്ഞു പൊങ്ങാൻ തുടങ്ങും, ബോധാവസ്ഥ നഷ്ടപ്പെടുന്ന പോലെ തോന്നും, ദേഹത്തിൻ്റെ ഇങ്ങനെ കളറ് മാറുന്നത് പോലെ തോന്നും, എനിക്ക് അസ്വസ്ഥതയാകും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ സത്യത്തിൽ ഉടമ്പടി എടുത്തത് എൻ്റെ മോൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ മോള് OET പാസ്സാകണം, ആ ഒരു ഇതിൽ വേണ്ടി അവളെ കൊണ്ടുവരണം, അതിനു വേണ്ടിയാണ് എടുത്തത്. പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ 10 വർഷം അനുഭവിച്ച ആ ദുരിതം ഈ നിമിഷം വരെ, ഇപ്പം 2 വർഷത്തോളമായി ഉടമ്പടി എടുത്തിട്ട് ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടേ ഇല്ല. ഒരു ചൊറിച്ചിലാകട്ടെ ഒരു അസ്വസ്ഥയാകട്ടെ ഇന്നേ വരെ മാതാവ് എനിക്ക് തന്നിട്ടില്ല. മാതാവ് വലിയൊരു അനുഗ്രഹം അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. അതുകൂടാതെ എനിക്ക് ഇവൾ കൂടാതെ 2 മക്കളും കൂടെ ഉണ്ട്. ഇരട്ടക്കുട്ടികളാണ്. അവരിപ്പം ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. അവരെ പഠിപ്പിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായപ്പം ഒരു ലോൺ എടുക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ കിടന്ന വസ്തു എൻ്റെ പേരിലേക്ക് മാറ്റണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പം എല്ലായിടത്തും വില്ലേജ് ഓഫീസിലും ഒക്കെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് 6 മാസം പിടിക്കുമെന്ന്. ഇവിടെ ഉടമ്പടി എടുത്തോണ്ട് എനിക്കറിയാം എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. എനിക്ക് മാതാവിനോട് ചെറുപ്പം തൊട്ടേ ഒരു ഭക്തി, മാതാവിനോടൊരു എൻ്റെ ആയിട്ടായിരിക്കാം ഒരടുപ്പം. എല്ലാവരും പുണ്യവാളന്മാരോടും പുണ്യവതിമാരോടും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്താവശ്യം എൻ്റെ മാതാവിനോടാണ് പ്രാർത്ഥിക്കാറുള്ളത്. എൻ്റെ ഈശോ എൻ്റെ മാതാവും, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഒരു ഇതിലായിരുന്നു. അന്നേരം ഞാൻ വിശുദ്ധ കുർബാന മുടക്കാതെ പോകുന്നൊരു വ്യക്തിയുമായിരുന്നു. അന്നേരം ഒരു കുർബാന മുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാം നഷ്ടപ്പെട്ട രീതി, ഒരു ചിന്തയായിരുന്നു. അന്നേരം ഞാനിങ്ങനെ ഈ വില്ലേജ് ഓഫീസിലോട്ട് ചെന്ന് മാതാവിനെ കൈ പിടിച്ചുകൊണ്ട് പോയി ചെന്ന്, എപ്പോഴും പോകുമ്പോൾ മാതാവ് കൂടെയുണ്ട്. അന്നേരം ഈ മാതാവിനെ കൊണ്ട് ഞാൻ ചെന്ന് ഇങ്ങനെ ചോദിച്ചു, സാറേ ഇതുപോലെ എനിക്കൊരു ലോൺ എടുക്കാനാണ്, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് 45 ദിവസത്തിന് ലീവിന് വരും, എനിക്ക് എൻ്റെ വസ്തു എൻ്റെ പേരിലാക്കണം എന്ന് നടക്കുമെന്ന് ചോദിച്ചപ്പം സാർ ആദ്യം പറഞ്ഞു അത് 6 മാസം പിടിക്കുമെന്ന്. അന്നേരം എൻ്റെ ഉള്ളിലുണ്ട് മാതാവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്താ വിഷമിക്കുന്നത്. അത്ഭുതമെന്ന് പറയട്ടെ, 45 ദിവസത്തിനകം എൻ്റെ പേരിലേക്ക് വസ്തു എഴുതി പേര് കൂട്ടി. ഞാൻ ബാങ്കിൽ ചെന്നപ്പം ബാങ്കിലെ മാനേജറും പറഞ്ഞു ബുദ്ധിമുട്ടാണല്ലോ, ഇപ്പം പേര് കൂട്ടിയ വസ്തുവിന് ലോൺ തരിക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു. എങ്കിലും മാഡം പറഞ്ഞു നോക്കട്ടെ. ഞാനന്നേരം മാതാവിനോട് പറഞ്ഞു, മാതാവല്ലേ എൻ്റെ കൂടെ ഉള്ളത്. ഞാനന്നേരം ഉപ്പ് ഓക്കെയായിട്ടേ ഈ പോകുന്നത്. ഉപ്പ് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കും, വിശ്വാസപ്രമാണം പ്രാർത്ഥനകൾ മുടക്കത്തേ ഇല്ല. മാതാവും എൻ്റെ ലക്ഷ്യം, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഒന്നും നടക്കാതിരിക്കത്തില്ല എന്നൊരു ചിന്തയുണ്ട്. അങ്ങനെ മാനേജർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ നോക്കട്ടെ ഏതെങ്കിലും വിധത്തിൽ തരാൻ പറ്റുമോയെന്ന്. അതും അത്ഭുതമെന്ന് പറയാം.
45 ദിവസത്തിനകം ലോണിനുള്ള പേപ്പറുകളൊക്കെ ശരിയായി. ഉടനെ ബാങ്ക് വക്കീലിനെ കാണണമെന്ന് പറഞ്ഞു. അന്നേരം മാനേജർ പറഞ്ഞു, ബാങ്ക് മാനേജർ ഒരു പ്രായമുള്ള മനുഷ്യനാണ്, അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ആ മാനേജർ പറഞ്ഞു, ഇവിടം വരെ നടത്തിയത് മാഡം എൻ്റെ അമ്മയാണ്, ആ പരിശുദ്ധി അമ്മ എന്നെ നടത്തിക്കും, എനിക്ക് ചെയ്തു തരും എന്നുള്ള ആ ഇതിൽ ഞങ്ങൾ വക്കീലിനെ കാണാൻ ചെന്നു. വക്കീലിനെ കണ്ടപ്പോഴേ ഞാൻ ഓർത്തു നടക്കത്തില്ല, കാരണം പ്രായമുള്ള ഒരു മനുഷ്യനാണ്. എനിക്കറിയത്തില്ല. ആ പുള്ളി ഞങ്ങോട്ട് ചെന്ന ഉടനെ എന്നോട് പറഞ്ഞു, കയറിയിരിക്കെ. എന്നോട് ചോദിച്ചു, ഇന്ന ബാങ്കിൽ നിന്നാണോ മാഡം പറഞ്ഞു വിട്ടാണോ? ഞാൻ പറഞ്ഞു അതെ. അത്ഭുതം എന്ന് പറയട്ടെ, ആ പുള്ളിക്കാരൻ ഞങ്ങളുടെ പേപ്പർ എടുത്ത് എന്തൊക്കെയോ കുത്തിക്കുറിച്ച് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം തന്നെ ഇതും കൊണ്ട് ബാങ്കിലോട്ട് പൊക്കോ, നേരെ ബാങ്കിലേക്കല്ലേ പോകുന്നതെന്ന് ചോദിച്ചു. എനിക്ക് എന്തോ ഉത്തരം പറയണ്ടല്ലോ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു അതെ സാറേ, ബാങ്കിലേക്കാണ് പോകുന്നത്. ആ പുള്ളിക്കാരൻ വേറെ 1-2 ഫയലും കൂടെ വേറെ ആഡിയോ തന്നു വിട്ടു. ഞങ്ങൾ നേരെ ബാങ്കിലേക്ക് ചെന്നു. ഈ 45 ദിവസത്തിനകം ഞങ്ങൾക്ക് ബാങ്കിൽ നിന്നും 7 ലക്ഷം രൂപ ലോൺ അനുവദിച്ച് തന്നു. അത്ഭുതമെന്നല്ലാതെ എന്താണെന്ന് എനിക്ക് പറയാനൊന്നുമില്ല. കാരണം ചോദിച്ചാൽ 6 മാസമെന്ന് പറഞ്ഞതാണ് 45 ദിവസം കൊണ്ട് നടത്തി എൻ്റെ മാതാവ് എനിക്ക് തന്നത്. ഈ മാതാവിനോട് ഒത്തിരി കടപ്പാടുകൾ ഉണ്ട് എനിക്ക്, യേശുവിനും മാതാവിനും ഒത്തിരി. അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ. ഞാൻ ആരൊക്കെ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ഞാനിവിടുന്ന് പോകുമ്പം 10 ഉപ്പും കാശിരുവും കൊന്തയും എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അതെല്ലാം കൊടുത്ത് ഒത്തിരിയും പേര് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്. ഇന്നും വന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ വിട്ടത്, ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ അവിടെ നിന്ന് പറയണേ, ഈ ആവശ്യങ്ങൾ പറയണേ, ഞങ്ങൾ വരുന്നുണ്ട് സോഫി. ഒത്തിരി പേർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ. ഇവിടെ അച്ഛൻ പറഞ്ഞു, ഈ കിട്ടിയ സാക്ഷ്യങ്ങളൊക്കെ പറയണമെങ്കിൽ കൂടെ ആൾക്കാരുണ്ടായിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ അയൽവാസികൾക്ക്, ഞാൻ പ്രാർത്ഥിച്ചവർക്കൊക്കെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എന്തൊക്കെ നിയോഗം വെച്ചു അതെല്ലാം അവസാനം നടക്കാതിരുന്ന ഒരു നിയോഗമായിരുന്നു എൻ്റെ മോടെ ജോലി. അതുവരെ മാതാവ് എനിക്കിപ്പം തന്നു. എനിക്ക് സന്തോഷം കൊണ്ടാണ് സത്യത്തിൽ എനിക്ക് കണ്ണുനീര് വരുന്നത്. അതുപോലെ ഒത്തിരി അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. ഇവിടെ വരുന്ന ആരെയും മാതാവ് ഒരു കാരണവശാലും വെറുതെ വിടത്തില്ല. അനുഭവം കൊണ്ട് പറയുകയാണ്, എപ്പോഴും കൂടെയുള്ള ഒരു ഫീലിങ്സാണ്. എന്ത് വിഷമം വന്നാലും ഞാൻ എൻ്റെ മക്കളോടും എൻ്റെ കൂടെയുള്ളവരോടും എൻ്റെ സഹപ്രവർത്തകരോടും എല്ലാം പറയുന്നത്, മാതാവിൽ വിശ്വസിച്ചു. ഈശോയും മാതാവും ഉണ്ട്, യോസേപ്പിതാവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം നടത്തി തരുമെന്ന്. എനിക്ക് എല്ലാം തന്നത് ഇവിടെ ഈ ലെവലിൽ ഒന്നുമില്ല, 0യിൽ നിന്നും ഇവിടം വരെ എത്തിച്ചത് ഈ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനുമാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്നെ ഈ അൾത്താരയിൽ നിർത്തിയ പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ഷിബി. ഞാൻ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 18/6/2025 അന്ന് ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് വലിയൊരു രോഗമുണ്ടായിട്ടാണ് ഞാനിവിടെ വരുന്ന സമയം എൻ്റെ ഈ ശരീരത്തിൻ്റെ വലതുവശം ഫുള്ളും മരവിച്ച് വല്ലാത്തൊരവസ്ഥയിൽ, എനിക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ഒരാഴ്ച മുമ്പ് ഹോസ്പിറ്റലുകളിലെല്ലാം പോയി 2-3 ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. അപ്പോൾ ഓരോ ഡോക്ടറും പറഞ്ഞത് MRI സ്കാൻ എടുക്കണം, നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ കൂടി വരുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ ഈ ഒരു ഭാഗം തളർന്നു പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം 2-3 ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി. എൻ്റെ ഈശോയെ, ഞാൻ ജീവിക്കുവാണെങ്കിൽ എൻ്റെ ഈ അവസ്ഥയിലെങ്കിലും എനിക്ക് സഹിക്കാനുള്ളൊരു കൃപ തന്നാൽ മാത്രം മതി, ഈ അവസ്ഥയിൽ ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്താണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ച് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എങ്ങനെ എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി മുകളിലത്തെ നിലയിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ കയറിപ്പോയി. പക്ഷേ ഞാൻ അമ്മയോട് ഒരു വാക്ക് മാത്രം പറഞ്ഞു, അമ്മേ, ഞാനിവിടെ വന്നതിൻ്റെ തെളിവായിട്ട് എനിക്ക് ഒന്നെങ്കിൽ അമ്മയുടെ ഒരു സ്പർശനം കാണിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ദർശനം തരണം. ഇത് രണ്ടിലേതെങ്കിലും അമ്മ എന്നെ തൊട്ടു എന്നതിന് ഒരു ഉത്തരം എനിക്ക് തന്നിട്ട് വേണം. അമ്മ എന്നെ തൊട്ടാൽ മാത്രമേ ഞാൻ ഈ ആലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ടാണ് ഞാൻ അവിടെ ഉടമ്പടി ക്ലാസ്സിൽ ഇരുന്നത്.
ഉടമ്പടി ക്ലാസ് എല്ലാം കേട്ട് അതിനുശേഷം ആ ഫോമെല്ലാം പൂരിപ്പിക്കാൻ തരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിരിക്കുന്ന ഒരു 2 കസേരയ്ക്ക് മുന്നിൽ ആരുമില്ല. പക്ഷേ പരിശുദ്ധ ഈ അൾത്താരയിലുള്ള അമ്മയുടെ ചിത്രം ഒരു നീല കളറിൽ പെട്ടെന്ന് തെളിഞ്ഞു എൻ്റെ മുന്നിൽ. ഞാൻ നോക്കി, പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കി. അവിടെ അങ്ങ് മാതാവിൻ്റെ ഒരു ചിത്രവും ഇല്ല, ഫ്രണ്ടിൽ മാത്രമേ അമ്മയുടെ ചിത്രമുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി അമ്മ എന്നെ തൊട്ടിട്ടുണ്ടെന്ന്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എല്ലാം പൂർത്തിയാക്കി ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ, ഇവിടെ ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. ഞാനിവിടെ അടുത്ത മാസം വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞു കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് രാത്രിയെല്ലാം എനിക്ക് ശരീരത്തിൽ നല്ല അസ്വസ്ഥതയുണ്ട്. ഉടമ്പടി തൈലം വിശ്വാസപൂർവം എൻ്റെ ശരീരത്തിൽ മുഴുവൻ പുരട്ടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ ഞാൻ പോകുക. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്ത് ഈ അസ്വസ്ഥതകളുണ്ടല്ലോ, അതുകൊണ്ട് MRI സ്കാൻ എടുക്കാതെ ഒന്നും പറ്റത്തില്ല. നിങ്ങൾ MRI സ്കാൻ എടുത്തിട്ട് വാ, നിങ്ങളുടെ ഒരു ഭാഗം തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എത്രയും വേഗം എടുത്ത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്കാനിങ്ങിന് പറഞ്ഞയച്ചു. സ്കാനിങ്ങിൻ്റെ MRI സ്കാനിങ് മെഷീനിൽ കിടക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, മാതാവേ, അമ്മ എൻ്റെ ഒരു സൈഡിലും ഈശോ എൻ്റെ ഒരു സൈഡിലും വേണം. കാരണം ഈ സ്കാനിങ് മെഷീനിൽ കയറി കിടക്കാൻ എനിക്ക് നല്ല ഭയമുണ്ട്. പക്ഷെ ഞാൻ ആ മെഷീനിൽ കിടക്കുന്ന സമയത്ത് ഒരു ഭയവും കൂടാതെ അമ്മ എന്നെ കാത്തു രക്ഷിച്ചു. സ്കാനിങ് എല്ലാം കഴിഞ്ഞ് റിസൾട്ടുമായിട്ട് ഡോക്ടറുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഡോക്ടറിന് തന്നെ അത്ഭുതമായി. ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞ് യാതൊരുവിധ അസുഖവും ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം ഈ അനുഗ്രഹം എനിക്ക് തന്നത് ഈ പരിശുദ്ധ അമ്മ മാതാവാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ അന്നിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ അൾത്താരയിൽ എനിക്ക് നിൽക്കാൻ സാധിക്കുകയില്ലായിരുന്നു. അത്രമാത്രം എൻ്റെ കുടുംബത്തെ അമ്മ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എൻ്റെ നിയോഗം എന്ന് ചോദിച്ചാൽ, ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ, എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ സാധിക്കണം. ആഴമായ ഒരു ദൈവവിശ്വാസവും ഹൃദയവിശുദ്ധിയുള്ള ഒരു മകളാക്കി എന്നെ തീർക്കണമേ എന്ന്. ഇത്ര വയ്യാത്ത അവസ്ഥയിൽ പോലും ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോകും. എത്ര മഴയാണെങ്കിലും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. ദൈവത്തോട് കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചു. ഏതെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പോയി കുമ്പസാരിക്കാനുള്ളൊരു പ്രചോദനം അമ്മ മാതാവ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമതായിട്ട്, എൻ്റെ വീട്ടിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള ഒരവസ്ഥയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഇവിടെ വന്ന് തിരിച്ചു പോയതിന് ശേഷം ഇന്ന് വരെ എൻ്റെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അമ്മ മാതാവ് എൻ്റെ കുടുംബത്തെ അത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ട്. നാലാമതായിട്ട്, ഞാനൊരു ദിവസം എൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് മുറ്റത്തോട്ട് നോക്കി. ഒരു 3 മണി സമയമായിട്ടുണ്ട്. ആ സമയത്ത് മുറ്റത്ത് കൂടെ ഒരു ചെറിയ പാമ്പ് ഇങ്ങനെ പോകുക. അപ്പം എൻ്റെ വീടിൻ്റെ പരിസരത്തൊന്നും അങ്ങനെ, ഞാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ പാമ്പിനെ കാണാം, പക്ഷേ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ പാമ്പിനെ കാണാറില്ലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് കതക് തുറന്ന് പുറത്തോട്ട് ഇറങ്ങി. ഈ കതക് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഈ പോയ പാമ്പ്, കുറച്ചങ്ങ് ദൂരേക്ക് പോയ പാമ്പ് തിരിച്ച് എൻ്റെ അടുത്തോട്ട് തിരിച്ചിങ്ങ് വന്നു. പെട്ടെന്ന് ഞാൻ ഓടി വീടിനകത്ത് കയറി. അപ്പോൾ കതകിനോട് ചേർന്ന് തന്നെ ഒരു ജനലുണ്ട്. ആ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിലെ കതകിൻ്റെ മുൻപിൽ ഒരു പാമ്പ് പത്തി വിരിച്ചിങ്ങനെ നിൽക്കുക. അത് മൂർഖൻ പാമ്പാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, സാധാരണ എനിക്ക് പാമ്പിനെ കണ്ട ഭയമാണ്, പക്ഷേ ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം എനിക്ക് ഭയം ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, കൃപാസനത്തിലെ ഉപ്പെടുക്കുന്ന. ഞാൻ വേഗം ഉപ്പെടുത്തു. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഉപ്പ് ഒരു പിടി എൻ്റെ കയ്യിലേക്ക് എടുത്തു.
എന്നിട്ട് പതിയെ ഇത് അകത്തോട്ട് കയറി വരും. കാരണം എന്ന് വെച്ചാൽ ഒരു മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. ഞാൻ കതക് തുറന്നാൽ ഇത് അകത്ത് കയറുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. പെട്ടെന്ന് പകുതി ഞാൻ കതക് തുറന്നിട്ട് ഒരു പിടി ഉപ്പ് ഞാൻ ഈ പാമ്പിൻ്റെ നേരെ അങ്ങ് എറിഞ്ഞു. ആ ഉയർന്നു നിന്ന പാമ്പ് ആ ഉപ്പ് വീണ് അതേ സെക്കൻഡിൽ പത്തി താഴ്ത്തി ആ സിറ്റൗട്ടിൽ കയറിയ പാമ്പ് ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു പെണ്ണിനെ ഞാൻ വിളിച്ചു, അവർ വന്നു. പക്ഷേ ഈ സൗണ്ട് കേട്ടിട്ട് ഈ പാമ്പ് പതിയെ അങ്ങ് പോയതല്ലാതെ ഞങ്ങളെ ഉപദ്രവിക്കുകയോ അത് തിരിഞ്ഞു വരികയോ ഒന്നും ചെയ്തില്ല. പരിശുദ്ധ അമ്മ ഇത്രയും വലിയ ഒരു സംഭവത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. എനിക്ക് പാമ്പിനെ ഭയമുള്ള ആളായിരുന്നു. പക്ഷേ അമ്മ മാതാവ് ഇടപെട്ട് അമ്മയുടെ ഉപ്പെടുക്കാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചത് തന്നെ അമ്മയാണ്. അങ്ങനെ ആ പാമ്പിൽ നിന്ന് എന്നെ രക്ഷിച്ചു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത്, പത്രം വാങ്ങി ഞങ്ങളുടെ ഇടവകയിലും അടുത്തുള്ളവർക്കും അക്രൈസ്തവർക്കും ഒക്കെ കൊടുക്കാറുണ്ട്. വചനം പറയാൻ കിട്ടുന്ന അവസരങ്ങളിൽ ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും ഈശോനെക്കുറിച്ച് പറയാത്ത ദിവസമില്ല. ഈശോനെക്കുറിച്ച് പറയണമെന്ന് ഞാനൊരു നിയോഗം എടുത്ത് പ്രാർത്ഥിച്ചതാണ്. ഒരു ദിവസമെങ്കിലും ഈശോയെ ഒരാത്മാവിനോടെങ്കിലും ഈശോയുടെ വചനം പറയാനുള്ള ഒരു ശക്തി തരണേ എന്ന്. അനേകം മക്കളെ കൃപാസനത്തിലേക്ക് പറഞ്ഞു വിടുവാനും വിവിധ ധ്യാനങ്ങളിലേക്ക് പങ്കെടുപ്പിക്കുവാനും ഞാൻ ശ്രമിക്കാറുണ്ട്. രോഗികളായി കഴിയുന്ന മക്കളെ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി എന്നാൽ പറ്റുന്ന സാമ്പത്തിക സഹായം ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെയൊക്കെ ഞാൻ വചനം വായിക്കുന്നത് 10 മിനിറ്റായിരുന്നു. ഇപ്പം എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ അരമണിക്കൂർ കൂടുതൽ സമയം വചനം വായിക്കാനും വചനം അതിനെക്കുറിച്ച് ധ്യാനിക്കാനുമുള്ള ഒരു അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ പ്രഭാതത്തിലും സായാഹ്നത്തിലും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നടക്കുന്നുണ്ട്. പകൽ സമയങ്ങളിലെല്ലാം മുറ്റമടിക്കുമ്പോഴാണെങ്കിലും പാത്രം കഴുകുമ്പോഴാണെങ്കിലും നന്മ നിറഞ്ഞ മറിയമേ എന്ന് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ സഹായിക്കുന്നത് എൻ്റെ അമ്മ മാതാവാണ്. അതുപോലെ തന്നെ ഈശോയിനെക്കുറിച്ച് അറിയാത്ത വ്യക്തികളെ ഈശോയെ അറിയിക്കുവാനുള്ള ഒരു പ്രത്യേക ഒരവസരം ഈശോ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. കാരണം ചില വ്യക്തികളൊക്കെ ഈശോനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് വരാനുള്ള ഒരു കൃപ നൽകി എന്നെ അനുഗ്രഹിക്കാറുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നത് എൻ്റെ അമ്മ മാതാവ് ഈശോയുമാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇന്ന് എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയത് എൻ്റെ അമ്മയെ ഈശോയുമാണ്. തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലേയ ജോസഫ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് വിപിൻ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ ആദ്യമായി എടുത്തത്. എൻ്റെ ഭർത്താവ് മാൾട്ടയിൽ ഒരു കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അദ്ദേഹം 15 വർഷമായിട്ട് മദ്യപാനിയായിരുന്നു. 2021 അദ്ദേഹം മാൾട്ടയിൽ പോയത്. മാൾട്ടയിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മദ്യപാനം വളരെ അധികമായിട്ട് കൂടുകയും ഡ്യൂട്ടിക്ക് പോകാൻ പോലും സാധിക്കാത്ത വിധം അദ്ദേഹം മുഴുവൻ നേരവും മദ്യപാനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ഡ്യൂട്ടിക്ക് തീരെ പോണില്ല, ഇങ്ങനെ പോയാലേ ശരിയാവില്ല, അവിടുത്തെ അതായത് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, അങ്ങനെ കൊണ്ടുപോയാൽ പിന്നെ അദ്ദേഹം പുറം ലോകം പോലും കാണില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാനിവിടെ 2022 ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ നാട്ടിലേക്ക് കയറ്റിവിട്ടു. അദ്ദേഹം എന്നോട് നാട്ടിലെത്തിയ പാടെ എന്നോട് പറഞ്ഞത്, ഞാൻ ഇന്ന് മുതൽ കുടിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനിവിടെ ഓൺലൈൻ ഉടമ്പടിയിൽ കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, മാതാവേ അദ്ദേഹത്തിൻ്റെ മദ്യപാനം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ എത്തിയ പാടെ എന്നോട് പറഞ്ഞത്, ഇനി ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. 2022 എന്നോട് പറഞ്ഞ ആ വാക്ക് ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹം പാലിച്ചു. ഇന്ന് വരെ അദ്ദേഹം പിന്നീട് മദ്യപിച്ചിട്ടില്ല. 10 വർഷമായി ഉണ്ടായിരുന്ന മദ്യപാനം ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്ത് 10 ദിവസത്തിനുള്ളിൽ തന്നെ മാതാവ് അതെനിക്ക് മാറ്റിത്തന്നു. എൻ്റെ 2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലെന്ന് പറയുന്നത്
കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഇദ്ദേഹവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മാൾട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കെയർ ടേക്കറായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ IELTS 6.5 സ്കോർ വേണം എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. IELTS എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കടമ്പ തന്നെയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലിൽ മാതാവിനോട് പറഞ്ഞു, മാതാവേ IELTS ക്ലിയറാക്കി തരണം, എത്രയും പെട്ടെന്ന് നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചു. ഇദ്ദേഹവും ഇവിടെ വന്നിട്ട് പറഞ്ഞു, മാതാവേ അടുത്ത തവണ ഞാൻ വരുന്നത് അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. അടുത്ത തവണ വരുന്നത് ഈ അൾത്താരയിൽ നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്താൻ, അങ്ങേക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി ആയിരിക്കണമേ എന്ന് അദ്ദേഹവും ഇവിടെ നിന്ന് അദ്ദേഹവും പ്രാർത്ഥിച്ചു. അദ്ദേഹം IELTS എഴുതി ഞങ്ങൾക്ക് നേഴ്സാവാനുള്ള മാർക്ക് ആൾക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പേടിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മളത് ഏൽപ്പിച്ചിരിക്കുന്നത് മാതാവിനെയാണ്, ആ ഫയൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് മാതാവിനെയാണ്, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നോട് ആൾ പറഞ്ഞു നമുക്കത് റീവാലുവേഷന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ റീവാലുവേഷന് കൊടുത്തു. 15 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വന്നു. അവിടെ നേഴ്സായിട്ട് കയറാനുള്ള സ്കോർ നൽകി മാതാവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. 1 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അവിടെ നേഴ്സായിട്ട് ജോലിക്ക് കയറുകയും ചെയ്തു. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ 5ാമത്തെ പുതുക്കലായിരുന്നു. കഴിഞ്ഞ മാസം 2-ാം തീയതി ഞാനിവിടെ വന്ന് എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കി. എൻ്റെ വലത് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഫാമിലി ഹിസ്റ്ററി ഉള്ളതാണ്. എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ പലർക്കും ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇതൊന്നും ആയിരിക്കല്ലേ, സാധാരണ നോർമലായിട്ടായിരിക്കണേ ഇതിൻ്റെ ടെസ്റ്റ് വരുന്നതെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൽ നേരവും ഞാനത് നിയോഗമായി വെച്ചു. എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഞാൻ തൈലം എൻ്റെ ബ്രസ്റ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ 18-ാം തീയതി ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നു, നോർമലായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളും മാതാവ് തന്നു. ഉടമ്പടി നമ്മളെടുത്ത് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്താലും ഒരു തടസ്സങ്ങളും, ആദ്യം ഒരു ചെറിയ തടസ്സം വന്നാലും ബാക്കി എല്ലാ കാര്യങ്ങളും മാതാവ് വളരെ മനോഹരമായിട്ടായിരുന്നു എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മാതാവ് വളരെ അധികമായിട്ട് സഹായിച്ചു. മാതാവിനെ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി, ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത്. എൻ്റെ രോഗികൾക്കും അവരുടെ കൂടെ ഇരിക്കുന്നവർക്കും എൻ്റെ അയൽവാസികൾക്കും ഒക്കെ ഈ സാക്ഷ്യം എനിക്ക് എന്തൊക്കെ കിട്ടിയോ ആ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് പത്രം വിതരണം ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേഷ്യൻസിനെ കാണാനും അവരെ ശുശ്രൂഷിക്കാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചു. പിന്നെ ചെറിയ സാമ്പത്തിക സഹായം, എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ചെയ്യുമായിരുന്നു. ആത്മീയമായി എന്ന് പറഞ്ഞാലും ഒരുപാട് ഇതുണ്ട്. ഒല്ലൂരിൽ ഒരു അഖണ്ഡ ജപമാല ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ 2 തവണ അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. അവിടെ പോകുമ്പോൾ എനിക്ക് നല്ലതുപോലെ നമ്മൾ അതിൽ ശരിക്കും ധ്യാനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം നല്ലതുപോലെ വരുമായിരുന്നു. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചെല്ലുമ്പോഴും മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് വരുമായിരുന്നു. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് വിപിൻ. വൈഫ് പറഞ്ഞ പോലെ മദ്യപാനത്തിന് ഒരുപാട് അഡിക്റ്റഡ് ആയി പോയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തോ എനിക്കറിയില്ല, പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണോ എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു ദിവസം ഞാൻ തീരുമാനിച്ചു ഇനി കുടിക്കില്ല എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് നിർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് കടിച്ച് പിടിച്ച് അതങ്ങ് നിർത്തി. ഇപ്പോൾ ഇതുവരെ പിന്നെ അത് കഴിക്കാനോ ഒന്നിനും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഞാൻ മാൾട്ടയിൽ ഇപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS ഇവൾ പറഞ്ഞ പോലെ ഞാനൊന്നും പഠിക്കാണ്ട് പോയി എഴുതിയതാണ്. ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് പോലും തുറന്നു നോക്കാണ്ട് ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് ഓടിപ്പിടിച്ച് പോയി എഴുതിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ പേപ്പർ വരുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് മാതാവിനോട് പറയും, മാതാവ് റെഡിയാക്കി തരണേന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കറക്കി കുത്തുമായിരുന്നു. പക്ഷേ ഒന്നും എനിക്കറിയില്ല എങ്ങനെയാണ് സാധിച്ചതെന്ന്. എനിക്കിപ്പോഴും അത് മാതാവിന് മാത്രമേ അറിയുള്ളൂ എങ്ങനെ എനിക്ക് സ്കോർ കിട്ടിയെന്നുള്ളത്. ദൈവത്തിന് ഒരുപാട് നന്ദി. മാതാവ് അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ 3ാമതും ഒരു സാക്ഷ്യം പറയാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സിലു ബിജു. ഇതെൻ്റെ മകൻ അലൻ ബിജു. ഞങ്ങൾ ഇൻഫാൻറ്റ് ജീസസ് ചർച്ച് കല്ലേറ്റുങ്കരയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ജൂലൈ 26-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്നു. ഇതിനു മുൻപ് ഞാൻ 2 സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 1-ാം തീയതി ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞ് ഞാൻ അയർലൻഡിലേക്ക് പോയതാണ്.
പിന്നെ ഞാൻ ഇപ്പോഴാണ് വെക്കേഷന് വന്നത്. ഞാൻ അയർലൻഡിലേക്ക് പോകുന്നതിന് മുൻപ് പറഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഡ്രൈവിംഗ് ഒന്നും വലിയ വശം ഉണ്ടായിരുന്നില്ല. ആ ഒരു സാക്ഷ്യം ഞാൻ പറഞ്ഞതാണ്. അതിനെ തുടർന്ന് ഞാൻ അയർലൻഡിലേക്ക് 6-ാം തീയതി ചെല്ലുന്നു. 7-ാം തീയതി തന്നെ ഞങ്ങൾക്ക് വണ്ടി തന്നു. ഞങ്ങൾ ഹോം കെയർ ആയിരുന്നു ഞങ്ങളുടെ ജോലി. അപ്പോൾ വണ്ടി അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് റെൻ്റേ കാർ തന്നു. പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ സ്വയം ഗൂഗിൾ മാപ്പ് ഇട്ട് വണ്ടി കൊണ്ട് ഓരോ ക്ലയൻറ്റിൻ്റെ വീട്ടിലേക്ക് പോകേണ്ടതായി വന്നു. ആദ്യത്തെ ദിവസം തന്നെ തന്നപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ലഗേജ് പാക്ക് ചെയ്യുന്ന നിമിഷം മുതൽ മാതാവിൻ്റെ ഉപ്പും തൈലവും എൻ്റെ കയ്യിലെ ബാഗിൽ തന്നെ സൂക്ഷിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. സോ ഫ്ലൈറ്റ് തുടങ്ങി, പിന്നെ എൻ്റെ ലഗേജ് തുടങ്ങി, ഫ്ലൈറ്റ് തുടങ്ങി, എല്ലായിടത്തും ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോയിരുന്നത്. അപ്പോൾ ഓഫീസിൽ ചെന്നപ്പോൾ ഓഫീസിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. വണ്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വണ്ടിയിൽ അകത്തും പുറത്തും മാതാവിൻ്റെ ഉപ്പിട്ട് തൈലം കൊണ്ട് കുരിശ് വരച്ചൊക്കെ ഞാൻ പ്രാർത്ഥിച്ചത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഞാനൊരു സെക്കൻഡ് ഗിയറിൽ വണ്ടി ഓടിച്ചിരുന്ന ആളാണ്. അതും വളരെ കുറച്ച് നാൾ, ഞാനൊരു 2 ആഴ്ച എങ്ങാനാണ് നാട്ടിൽ വണ്ടി കറക്റ്റായിട്ട് ഓടിച്ചിട്ടുണ്ടാവുള്ളൂ, തനിച്ചൊക്കെ ഓടിച്ചിട്ടുണ്ടാവുള്ളൂ. അത് പള്ളിയിൽ പോകാൻ ഒരു 5-6 കിലോമീറ്ററൊക്കെ. അവിടുന്ന് ഞാൻ അയർലൻഡിൽ ചെന്ന് ലാൻഡ് ചെയ്ത് വെരി നെക്സ്റ്റ് ഡേ കാറ് തന്നിട്ട് തന്നെത്താനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അത് ഓട്ടോമാറ്റിക് കാറ്. നല്ല അയർലൻഡിലെ സ്പീഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം 50 കിലോമീറ്റേഴ്സാണ്. പിന്നെ മോട്ടോർ വേയിലൊക്കെ 120 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ മോട്ടോർ വേ വഴി തന്നെയൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തന്നപ്പോൾ തന്നെ ഞങ്ങളോട് ഇങ്ങനെ സ്പീഡ് ലിമിറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് കാറ് തന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മാതാവിൻ്റെ അടുത്ത് കാറിലേക്ക് കയറുമ്പോൾ ഞാൻ പറയും, അമ്മേ നിൻ്റെ മടിയിൽ എന്നെ ഇരുത്തണം, പിന്നെ ഈശോ എൻ്റെ മടിയിലിരിക്കണം. സ്റ്റിയറിങ്ങും ബ്രേക്കും എൻ്റെ ആക്സിലറേറ്ററും ഈശോ കൺട്രോൾ ചെയ്തോളണം. കാരണം എനിക്കൊന്നും അറിയില്ല, വഴികളറിയില്ല, സ്പീഡ് ലിമിറ്റ് അറിയില്ല, ഇവിടുത്തെ റൂൾസ് അറിയില്ല. അപ്പം നിങ്ങൾ എന്നെ കൺട്രോൾ ചെയ്യുക. ഞാൻ ഒന്നെങ്കിൽ വിശുദ്ധ കുർബാന കൂടാ, ഇല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ കേൾക്കുക. ഞാൻ എൻ്റെ മൊബൈൽ ഇതിൽ നമ്മുടെ സെറ്റിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മാതാവ് ഈശോയും വണ്ടി ഓടിക്കും. ഇന്ന് വരെ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സമാധാനമായിട്ട് ഞാനിപ്പോൾ 5 മാസം കഴിഞ്ഞു. ഞാൻ ലീവിന് വരുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാനും എൻ്റെ ജോലി വളരെ കൃത്യമായിട്ട്, അവർ നമുക്ക് 40 hours പെർ വീക്കാണ് പറയുന്നതെങ്കിലും സംടൈംസ് 55-60 hours വരെ ചില വീക്സിൽ ഞങ്ങൾ ചെയ്ത ആഴ്ചകളുണ്ടായിരുന്നു. അങ്ങനെ ജോലി വളരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അമ്മ മാതാവ്, അമ്മയുടെ ഈ വെഞ്ചരിച്ച വസ്തുക്കളൊക്കെ ഞാൻ ഉപയോഗിച്ചതുകൊണ്ട് എന്നെ സഹായിച്ചു. അമ്മയുടെ സാന്നിധ്യം, ഞാൻ ഓരോ ദിവസവും കുരിശ് വരച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറയും, ഇവിടെ നിന്ന് അമ്മ എൻ്റെ കൂടെ അയർലൻഡിലുണ്ട് എന്ന് എനിക്ക് കാണിച്ചു തരണം. അപ്പോൾ എനിക്ക് ഓരോ സാഹചര്യത്തിലും മഴവില്ലായിട്ടും സുഗന്ധാഭിഷേകമായിട്ടൊക്കെ പല പ്രാവശ്യം അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്ക് അവിടെ ഈ 3 മാസത്തിന് ആകുന്നതിന് മുൻപ് തന്നെ അയർലൻഡിലെ ഡ്രൈവിംഗ് ടെസ്റ്റൊക്കെ അയർലൻഡിൽ പോയേക്കണവർക്കൊക്കെ അറിയായിരിക്കും, വളരെ ടഫാണ്. നമുക്ക് എന്താ പറയുക, വർഷങ്ങളെടുത്ത് പഠിച്ചാൽ പോലും അയർലൻഡിലെ ടെസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. എനിക്ക് 3 മാസം കഴിയുന്നതിന് മുൻപ് എനിക്ക് ലേണേഴ്സ് കിട്ടി. ഞാനപ്പോൾ ലേണേഴ്സിന് എക്സാമിന് പോകുന്ന സമയത്ത് അമ്മയുടെ സാന്നിധ്യം എനിക്ക് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അവിടെ ചെന്നപ്പോൾ അമ്മയുടെ ഈ നമുക്ക് സിൽവർ ഗ്രേ കളറിലെ ഡ്രസ്സ് ഇട്ട ഒരു ലേഡി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ മാതാവിൻ്റെ ഒരു ചെറിയ കൊന്ത എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഉപ്പ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. ഞാൻ അവരോട് നേരിട്ട്, അവിടെ നമുക്ക് അകത്തേക്ക് ഒന്നും കയറ്റാൻ പറ്റില്ല, നമ്മളുടെ ഫുള്ള് ചെക്കപ്പ്, ബോഡി ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് തലയിൽ ക്ലിപ്പ് വരെ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ ഞാൻ അവരോട് തന്നെ നേരിട്ട് ചോദിച്ചു, ഇത് ഹേൽ മേരിയുടെ ഒരു ചെറിയ റോസറിയാണ്, എൻ്റെ ഫുൾ സ്ട്രെങ്ത്ത് എൻ്റെ മാതാവാണ്, സോ ഞാൻ ഇതൊന്ന് അകത്തേക്ക് കൊണ്ടുപോക്കോട്ടെ എന്ന് അവരോട് നേരിട്ട് ചോദിച്ചു. അവരെന്നെ വന്ന് ഹഗ് ചെയ്തിട്ട് അവരെന്നോട് പറഞ്ഞു, നീ വളരെ സ്വീറ്റാണ്, കാരണം ഹേൽ മേരിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, നീ അവളുടെ. അപ്പം ഞാൻ എൻ്റെ കഴുത്തിൽ ഇത് കണ്ടപ്പോഴേ അവരെന്നോട് ചോദിച്ചിരുന്നു, നീ മാതാവിനോട് ഭക്തിയാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അതെ ഞാനൊരു മരിയൻ മിഷണറി ആണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമായി. അവരെന്നെ അത് അകത്തേക്ക് കയറ്റാൻ സമ്മതിച്ചു. ഞാൻ കമ്പ്യൂട്ടറിലും മൗസിലെല്ലാം കുരിശിട്ട് പ്രാർത്ഥിച്ച് ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. അങ്ങനെ എനിക്ക് അത് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. എനിക്ക് ലേണേഴ്സ് കിട്ടി. ഇനി അതിന് 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. ഞങ്ങൾ പോയത് ഇൻ്റർനാഷണൽ ലൈസൻസിലാണ്, അത് നമുക്ക് 1 ഇയറേ ഓടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ കിട്ടിയേക്കുന്ന ലേണേഴ്സിന് 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. അതിനുള്ളിൽ നമുക്ക് അടുത്ത ടെസ്റ്റ് എഴുതിയെടുത്താൽ മതി. ഞാൻ ടെസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഫോർവേഡ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഇനി ചെന്ന് കഴിഞ്ഞ് എനിക്ക് ടെസ്റ്റ് എഴുതാം. അങ്ങനെ
പിന്നെ ഞാനിപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, ഞാൻ ഏപ്രിലാണ് പോയത്. ഒരു 3 മാസം കഴിഞ്ഞ് ലേണേഴ്സ് കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു കാർ എടുക്കാൻ സാധിച്ചു. ഒരിക്കലും അയർലൻഡിലൊക്കെ ജോലിക്ക് പോയി, അതും ഹോം കെയറിൽ നമുക്ക് അത്ര നമ്മൾക്ക് സാലറി ഇല്ലായില്ല, പക്ഷേ അതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയൊക്കെ ആണെങ്കിലും വാടകയ്ക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ മാതാവിനോട് പറഞ്ഞു, സ്വന്തമായിട്ടൊരു കാറുണ്ടെങ്കിൽ ഈ വാടക വെറുതെ കൊടുത്തു പോകുന്നത് നമുക്ക് നഷ്ടം വരില്ലല്ലോ, ഒരു അസറ്റ് ആവുമല്ലോ. നമ്മൾ ലോണാണെങ്കിൽ അടയ്ക്കുകയാണെങ്കിൽ അത് നമ്മുടെ അസറ്റ് ആവുമല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളുടെ എൻ്റെ എല്ലാ പേപ്പറുകളും ഒരു ഫയലിൻ്റെ അകത്ത് വെച്ചിട്ട്, പിള്ളേരുടെ പേപ്പറാണ്, ഹസ്ബൻഡിൻ്റെ ഡോക്യുമെൻറ്റ്സാണ്, എൻ്റെ ഡോക്യുമെൻറ്റ്സാണ്, അങ്ങനെ മാതാവിനോട് പറഞ്ഞ് മാതാവിൻ്റെ സന്നിധിയിൽ വെച്ചിട്ടാണ് ഞാൻ ഡെയിലി ബ്രെഡ് കൂടാനായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും. ഞാൻ എവിടെയൊക്കെ കടന്നു പോകുന്നു അവിടെയൊക്കെ നിൻ്റെ സാന്നിധ്യം, എൻ്റെ കുടുംബം എവിടെയെല്ലാം കടന്നു പോകുന്നു അവിടെയൊക്കെ നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. തൈലം എടുത്ത ആ ഡോക്യുമെൻറ്റ്സിലും എൻ്റെ പാസ്പോർട്ടിലും എൻ്റെ ബാങ്ക് അക്കൗണ്ടിലെല്ലാം ഞാനിങ്ങനെ എൻ്റെ ബാങ്കിൻ്റെ പാസ്ബുക്കിലെല്ലാം ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആ ഫയൽ മാതാവിൻ്റെ മുൻപിൽ വെക്കാറ്. അപ്പോൾ എനിക്ക് ഈ ഒരു 5 മാസത്തിനുള്ളിൽ എനിക്കൊരു കാർ എടുക്കാൻ സാധിച്ചു. ഇപ്പം ഞാൻ സ്വന്തം കാറിൽ സ്വന്തമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത്, മീൻസ് മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് അപകടങ്ങളില്ലാതെ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. പിന്നെ എൻ്റെ മോൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഉടമ്പടിയിൽ വെച്ചപ്പോൾ തന്നെ എൻ്റെ മക്കളെയും കുടുംബത്തെയും ഞാൻ മാതാവിന് സമർപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് വരെ അവൻ എൻ്റെ കൂടെ, ഞാൻ പല പ്രാവശ്യം ഉടമ്പടി പുതുക്കി, ഇതെൻ്റെ 10ാമത്തെ പുതുക്കലാണ്. പക്ഷേ എനിക്ക് അവരെയും കൊണ്ട് വരാനായിട്ട് ഒന്നല്ലെങ്കിൽ ഒരു സാഹചര്യം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുട്ടികൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഞാൻ 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞെങ്കിലും എനിക്ക് അവരുടെ അനുഗ്രഹങ്ങൾ പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. അവൻ 10th പഠിക്കുമ്പോൾ മോഡൽ എക്സാം വരെയൊക്കെ അവൻ നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷേ എക്സാമൊക്കെ വരുമ്പോൾ അവന് ഭയങ്കര ടെൻഷൻ. അപ്പോൾ മോഡൽ എക്സാമിന് നല്ലോണം മാർക്ക് കുറവായിരുന്നു, 52% ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവന് ഭയങ്കര ടെൻഷനായി. അവൻ എന്നെ വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ വരണം, അമ്മ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ജോലിക്ക്. അപ്പോൾ ഞാൻ എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്ത് ചെന്നു. ഞാനിതുപോലെ മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി വെച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കുക. അങ്ങനെ അവൻ അന്ന് തുടങ്ങിയിട്ട് മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട്, മാതാവിൻ്റെ ചെറിയൊരു ഫോട്ടോ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൻ വെന്തിങ്ങ ധരിക്കും സ്ഥിരമായിട്ട്, മക്കൾ 2ആളും വെന്തിങ്ങ ഇടും. വെന്തിങ്ങയിൽ മാതാവിൻ്റെ കാശുരൂപം ഇട്ട് കൊടുത്തു. എക്സാമിന് പോകുമ്പോൾ മാതാവിൻ്റെ തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് രാവിലത്തെ പ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് ചൊല്ലി. അങ്ങനെയൊക്കെ എക്സാമിന് പോയി. അവന് ടോപ്പ് 5 ഒരാളാവാൻ പറ്റി. 91.5% മാർക്കുണ്ടായിരുന്നു 10th. അതുപോലെ തന്നെ 12th ആയപ്പോഴും 12th ഫൈനൽ എക്സാമിൻ്റെ സമയത്തും അവന് ഇച്ചിരി ടെൻഷനൊക്കെ ആയിരുന്നു. കാരണം മാത്സ് അവന് ഭയങ്കര ടഫാണ്. ഇതുപോലെ തന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. അവന് സ്കൂൾ ടോപ്പറായിരുന്നു അവൻ 12th. അങ്ങനെ അവൻ്റെ 2 എക്സാംസിന് അവന് നല്ല മാർക്കോട് കൂടി എക്സാം പാസ്സാകാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു. അന്നും അവർ കാശുരൂപം കയ്യിൽ പിടിച്ച് അങ്ങനെ പോയാണ് അവർ എക്സാം എഴുതിയത്. ഞാൻ അവരുടെ പോക്കറ്റിൽ ഉപ്പിട്ട് കൊടുക്കും. ആ ഉപ്പ് അവർ കൊണ്ടുപോയി എക്സാം എഴുതുന്നതിന് മുൻപ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയും. അങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലും. എന്നിട്ടാണ് അവർ എക്സാം എഴുതാനിരിക്കുന്നത്. മോളാണെങ്കിലും മോനാണെങ്കിലും ഇപ്പോൾ അവർക്ക് വിശുദ്ധിയിൽ വളരാനും പ്രാർത്ഥിക്കാനും പഠിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവൻ 12th പഠിക്കുന്ന സമയത്ത് നമ്മുടെ JEE എക്സാമിന് കൊടുക്കേണ്ട സമയമായപ്പം അവന് കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റ് കാണാതെ പോയി. ആക്ച്വലി അവൻ്റെ ആംബിഷൻ എന്ന് പറഞ്ഞാൽ അവനൊരു സയൻറ്റിസ്റ്റ് ആവണമെന്നാണ്. പക്ഷേ അവന് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ഞങ്ങൾക്കൊന്നും അത്ര അധികം എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏത് ലെവലിൽ പോയാലും അങ്ങോട്ട് എത്താൻ പറ്റുന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു കൊടുത്തത് എൻജിനീയറിംഗ് എടുക്കാൻ തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് അവൻ അതിന് വേണ്ടി കൊടുക്കാൻ നോക്കുമ്പോൾ അവൻ്റെ 10th സർട്ടിഫിക്കറ്റ്സ് കാണാനില്ല. അത് ഞങ്ങളുടെ വീടിൻ്റെ റിനോവേഷൻ നടക്കുന്ന സമയത്ത് അവർ തന്നെയാണ് സർട്ടിഫിക്കറ്റ് അലമാരിയിൽ നിന്ന് എടുത്ത് സാധനങ്ങളെല്ലാം ഡോക്യുമെൻറ്റ്സ് എല്ലാം സൂക്ഷിച്ചു വെച്ചതൊക്കെ. പക്ഷെ തിരിച്ച് 2 ദിവസം മുൻപ് വരെ അവൻ സർട്ടിഫിക്കറ്റ് എടുത്ത്, കാരണം അവന് മാർക്കുള്ളതുകൊണ്ട് അവൻ ഇടയ്ക്ക് അതിൽ നോക്കിയിട്ട് ഓക്കെ എനിക്ക് മാർക്ക് കിട്ടിയിരുന്നു, എനിക്ക് പഠിച്ചാൽ കിട്ടും, മാതാവ് എന്നെ അനുഗ്രഹിക്കും, അങ്ങനെയൊക്കെ അവനിരുന്ന് പറയാറുണ്ട്. അങ്ങനെ 2 ദിവസം മുമ്പ് അവനിരുന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടതാണ്. പിന്നെ അത് കഴിഞ്ഞ് എക്സാമിന് കൊടുക്കേണ്ട സമയത്ത് അക്ഷയയിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവന് സർട്ടിഫിക്കറ്റ് കാണുന്നില്ല. പിന്നെ ടെൻഷനായി. എല്ലാവരും ഒരു 10-15 ദിവസം ഞങ്ങൾ 4 പേരും ആ വീടെല്ലാം പരിശോധിച്ചു, ഞങ്ങൾക്ക് കിട്ടിയില്ല. അവസാനം ഒരു ദിവസം ഇവരുടെ സ്കൂളിൽ നിന്ന് സിസ്റ്റർ വിളിച്ച് പറയുവാണ്, എന്തായാലും ഈ JEE എഴുതാൻ അവന് പറ്റിയില്ല, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നീറ്റിന് വരുന്നതിന് മുൻപ് ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ പ്രിൻസിപ്പലിനോട് പറഞ്ഞു,
ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഞാനൊന്ന് മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ സിസ്റ്ററിനോട് പറയാം, ഞാൻ സിസ്റ്ററിനെ വിളിക്കാം, ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കുന്നതിന് മുൻപ് ഞാൻ വിളിക്കാം, എന്നിട്ട് അപേക്ഷിച്ചാൽ മതി, ഇപ്പോൾ വേണ്ട. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ അവൻ്റെ അടുത്ത ചാൻസും കൂടി നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു, സാരമില്ല, എന്തായാലും മാതാവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല, അപ്പോൾ ഞാനൊന്നും കൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറയാം സിസ്റ്ററിനോട്, എന്നിട്ട് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ നീയും പ്രാർത്ഥിക്കണം, അവൻ സ്കൂളിൽ പോവാണ്. അമ്മ അന്ന് 11:30, അതായത് അന്നൊരു ട്യൂസ്ഡേ നമ്മുടെ ധ്യാനം നടക്കുന്ന ദിവസമാണ്, 11:30 ധ്യാനം തുടങ്ങും. അപ്പോൾ ഞാൻ അവനോട് പറയാം, എനിക്കാണെങ്കിൽ 11:30 ഡ്യൂട്ടിക്ക് ഇറങ്ങിയാലാണ് അന്നൊരു ക്ലാസ് ഉണ്ട് 12 മണിക്ക്, അപ്പോൾ എനിക്ക് അതിന് കയറാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ പ്രസൻറ്റേഷനായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, 11:30 വരെ അമ്മ പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് സിസ്റ്ററിനെ വിളിച്ചു, ഓൺ ദ വേയിൽ സിസ്റ്ററിനെ വിളിച്ച് ഡ്യൂപ്ലിക്കേറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അമ്മ പോകും. സോ നീയും പ്രാർത്ഥിക്കും, നമുക്ക് മാതാവിനോട് ഡേറ്റും ടൈമും ഇട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ട്യൂസ്ഡേ ഡേറ്റ് ഇട്ട് 11:30 ഒരു ടൈം ഇട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ ഒരു 11:15 വരെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, ജപമാല, അതേപോലെ എന്താ പറയുക, വിശ്വാസ പ്രമാണം ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. അവസാനം ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ, ഇവൻ സ്കൂളിൽ പോയിരിക്കുകയാണ്, ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മ പരീക്ഷിക്കരുത്, ഇതെൻ്റെ മക്കളുടെ വിശ്വാസത്തിനെ ബാധിക്കുന്നതാണ്. സോ അവർ കുഞ്ഞുങ്ങളാണ്, അവർക്കൊരു കുഞ്ഞു കാര്യം കിട്ടിയാലും ചിലപ്പോൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെടും, അതുകൊണ്ട് അമ്മ സഹായിക്കണം. ഇത് 11:30 ആ സമയത്തിനുള്ളിൽ അമ്മ എനിക്ക് കാണിച്ചു തന്നേ പറ്റുള്ളൂ. ഇതൊരു കുഞ്ഞു കുട്ടി അമ്മയുടെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണ പോലെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാനിങ്ങനെ കുളിക്കാൻ കയറിപ്പോയി. അപ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചിറങ്ങി വരുമ്പോൾ ഞങ്ങൾ അന്ന് നോക്കിയ അതേ ഹാളിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് നോക്കിയ അതേ സ്ഥലത്ത് ഏറ്റവും മുകളിലായിട്ട് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കവറിൽ ഈ സർട്ടിഫിക്കറ്റ്സ് ഇരിക്കുന്നു, ഫയലിലൊക്കെ വെച്ചിട്ട് വളരെ ഭദ്രമായിട്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ സർട്ടിഫിക്കറ്റ്സിൻ്റെ കൂടെ എൻ്റെ സർട്ടിഫിക്കറ്റുകളും ഉണ്ട്. ഞാൻ അത്ര നാൾ ഓർത്തിരുന്നത് എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെയും ഫയലിൻ്റെ അകത്തുണ്ടെന്നാണ്. പക്ഷേ ഇത് എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ആയിട്ട് അങ്ങനെ ഒരു ഫയൽ അവിടെ ഇരിക്കുന്നു. അത് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ കൃപാസന അമ്മ എനിക്കായിട്ട് കൊണ്ടുവന്ന് തന്നതാണ്. അത് ആ വീട്ടിലുണ്ടായിരുന്നില്ല, കാരണം അത്ര ദിവസം ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും അതേ സ്ഥലത്ത് തന്നെ നോക്കിയിട്ടുണ്ട്. ആ നോക്കിയ സ്ഥലത്തിരുന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ആ സാധനം കിട്ടുന്നത്. അത് ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ മോന് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചത് വഴി മാതാവ് ചെയ്തു കൊടുത്തതാണ്. പിന്നെ അവസാനമായിട്ട് അവന് പിന്നീട് ഞങ്ങളൊരു പ്രൊഫസർ വഴി അറിയുകയാണ്, ഇങ്ങനെ ബയോടെക്നോളജി പഠിച്ചാൽ സയൻറ്റിസ്റ്റിലേക്ക് എത്താനായിട്ട് ഒരു റൂട്ട് ക്ലിയർ ആകും, അങ്ങനെ അറിയുകയാണ്. അത് നമ്മുടെ നാട്ടിൽ പഠിക്കുന്നതിൽ നല്ലത് പുറത്ത് പഠിക്കുന്നതാണ്. പിന്നെ അവൻ്റെ മാർക്കൊക്കെ വെച്ചിട്ട് അവന് സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ അവനൊരു അണ്ടർ ഏജ് ആയിരുന്നു. അത് തുടക്കം തൊട്ടേ ഞങ്ങൾക്ക് അറിയാമായിരുന്നു, കാരണം അവന് ഡിസംബറിലേക്ക് 18 years ആകത്തുള്ളൂ. അപ്പം എന്നിരുന്നാലും ഞങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചിട്ട് അപേക്ഷ വെച്ചു. അവന് ഇൻ്റർവ്യൂ കോൾ വന്നു. അവന് ഇൻ്റർവ്യൂ എല്ലാം കിട്ടി, അഡ്മിഷനും ഒക്കെ ആയിട്ടുണ്ട്. അവൻ്റെ വിസ വന്നിട്ടില്ല. ഇന്ന് അവൻ ഇവിടെ വന്നത് അവൻ ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ്. അവൻ പുതിയതായിട്ട് ഉടമ്പടി എടുത്തു. അവന് വിസ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്നു. കിട്ടിയാൽ അവൻ ഹംഗറിക്ക് ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസത്തിൽ അവൻ പോകും. ഇത്രയും അനുഗ്രഹങ്ങളാണ് മോനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കിട്ടിയത് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി വെച്ചാൽ എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു. ഞങ്ങളുടെ കുടുംബ യൂണിറ്റ് ഒരു വലിയ ഇടവകയാണ്, 25 യൂണിറ്റുകളുള്ള ഒരു ഇടവകയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് എന്തൊക്കെയോ കാരണങ്ങളുണ്ട്, കൂടുതൽ വീടുകളായി, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളുണ്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ആയിരുന്നു ഞങ്ങളുടെ യൂണിറ്റ്. അപ്പോൾ ഞങ്ങളുടെ യൂണിറ്റിൽ തീരെ കുടുംബങ്ങളില്ല, 18 കുടുംബമുള്ളൂ ഞങ്ങൾക്ക്. ബാക്കി ഫുൾ കുടുംബം അപ്പുറത്തെ യൂണിറ്റിലേക്ക് പോയി. പിന്നെ ഞങ്ങളെല്ലാവരും ഒരു ആവറേജ് ഫാമിലിയാണ്, അത്ര വലിയ ഹൈഫൈ ടീംസ് ആരുമില്ല. അപ്പം ഒരു പ്രവർത്തനങ്ങളും ഇല്ല, ഒന്നുമില്ല, ആരും ഇല്ല പ്രവർത്തിക്കാൻ. അങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു യൂണിറ്റ്. അപ്പം എന്നെയാണ് സെക്രട്ടറി ആയിട്ട് അച്ഛൻ തീരുമാനിച്ചത്, എന്നോട് അത് ഏറ്റെടുക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ എടുത്തപ്പോൾ ഞാൻ ആ പുതുക്കിയ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ച വിഷയമാണ്, എനിക്കൊരു കഴിവുമില്ല, അമ്മ എന്നെ അനുവദിക്കുവാണെങ്കിൽ, അമ്മ എൻ്റെ കൂടെ ഈ യൂണിറ്റിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റും എന്ന് അന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ ഞാൻ അങ്ങോട്ട് അയർലൻഡിന് പോകുന്ന അന്നാണ് ഞാൻ എൻ്റെ സെക്രട്ടറി സ്ഥാനം ഞാൻ വേറെ ആൾക്ക് കൈമാറിയത്. എന്നിട്ടും ഇന്നും ആ യൂണിറ്റ് ഞങ്ങളുടെ ഈ 25 യൂണിറ്റുള്ള ഇടവകയിലെ ഏറ്റവും നല്ല യൂണിറ്റുകളിൽ ഒന്നായിട്ട് പ്രവർത്തിക്കാൻ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഞാൻ എന്നും ഓരോ യൂണിറ്റ് ഉണ്ടാകുന്ന ദിവസവും അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കും, എല്ലാവരും എല്ലാ കാര്യങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കും, അമ്മേനെ കൂടെ കൂട്ടിക്കൊണ്ട് പോവും മീറ്റിങ്ങുകളിലേക്കൊക്കെ. അങ്ങനെ എല്ലാവരും നല്ല സഹകരണത്തോടു കൂടി ആ യൂണിറ്റ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്.
ഇനി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ക്രൈസ്തവ മേഖലകളിൽ പത്രം വാങ്ങി കൊടുക്കാറുണ്ട്. കൊടുക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ മാതാവിനെ ചെറുപ്പം തൊട്ടേ അറിയുന്ന ആളാണ്. ഉടമ്പടിയിലായതിനു ശേഷം പരിശുദ്ധ അമ്മ നമുക്ക് ഈ ഉടമ്പടിയിലൂടെ തരുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും, ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ശേഷം നമുക്ക് ഈ ഉടമ്പടിയിലൂടെ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും, അതേപോലെ നമ്മൾക്ക് തരുന്ന ആത്മീയ സന്തോഷങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കാറ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അയർലൻഡിൽ ചെന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്ത ഒരു കാര്യമാണ്, ഈവൻ നമ്മുടെ മലയാളികൾ പോലും നെറ്റ് തലയിലിട്ടിട്ടല്ല വിശുദ്ധ കുർബാന കൂടുന്നത്. അപ്പം എനിക്കത് ഭയങ്കര വിഷമമുണ്ടാക്കിയ കാര്യമാണ്. ഞാനപ്പോൾ പക്ഷേ പള്ളിയിൽ പോകുമ്പോൾ ദിവസമാണെങ്കിലും സൺഡേ ആണെങ്കിലും എന്ന് പള്ളിയിൽ പോയാലും ഞാൻ എൻ്റെ ഒരു നെറ്റ് വണ്ടിയിൽ വെച്ചേക്കുവാണ്. കാരണം എൻ്റെ ജോലി ഇതായതുകൊണ്ട് ഏത് കുർബാനയ്ക്ക് എവിടെ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ചിലപ്പോൾ ഓൺ ദ വേയിൽ കാണുന്ന പള്ളിയിലായിരിക്കും കയറുന്നത്. ഏത് പള്ളിയിലാണോ ഞാൻ കയറുന്നത്, ഞങ്ങളുടെ ഇടവക്കയിൽ ഞങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു പള്ളിയുണ്ട്, അല്ലാതെ ഏത് പള്ളിയിലാണോ ഞാൻ കയറുന്നത് ആ പള്ളിയിൽ എനിക്ക് വിശുദ്ധ കുർബാനയുടെ സമയമാണെങ്കിൽ വിശുദ്ധ കുർബാന കൂടാൻ വേണ്ടി ഞാൻ ഈ നെറ്റ് ഒരെണ്ണം എൻ്റെ വണ്ടിയിൽ വെച്ചേക്കുക. അപ്പം ഞാൻ ഈ നെറ്റിട്ട് പള്ളിയിൽ കയറുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര കൗതുകമാണ് അയർലൻഡുകാർക്ക്. കാരണം അവർ ഇന്ത്യൻസിനെ കുറേ നാളുകൊണ്ട് കാണുന്നതാണ്, അവരാരും അങ്ങനെ ചെയ്ത് അവർ കണ്ടിട്ടില്ല. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഐ ആം എ മരിയൻ മിഷണറി, ഞാനൊരു മരിയൻ മിഷണറിയാണ്. സോ നമ്മുടെ മാതാവിനെ നമ്മൾ ഇന്ന് വരെ ആ ഒരു തല കവർ ചെയ്തല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലയിൽ നമ്മൾ നെറ്റിട്ട് വേണം പ്രാർത്ഥിക്കാൻ, വിശുദ്ധ ബലി അർപ്പിക്കാൻ എന്നാണ് നമ്മുടെ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പൂർവികർ വഴി ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ വിശ്വാസം അത് ഞങ്ങൾ സൂക്ഷിക്കുന്നത്. എന്ന് പറയുമ്പോൾ അവർക്ക് അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, പല ഗ്രൂപ്പുകളിൽ ഞാനിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം ശരിക്കും അവർക്ക് മാതാവിനെ വീണ്ടും വീണ്ടും അവർക്ക് ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നത്, പരിശുദ്ധ അമ്മേനെ. പിന്നെ ഞാൻ ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഇംഗ്ലീഷ് പത്രമൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ കുറച്ച് കാശ് രൂപം, പിന്നെ നമ്മുടെ കീ ചെയിൻ, ചെറിയ റോസറി അതൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഓരോ ക്ലയൻസിൻ്റെ അടുത്തും ഞാൻ പോകുമ്പോഴും അവർക്ക് മാതാവിനെ ഇഷ്ടമാണെങ്കിലും ഇനി അവർക്ക് അറിയില്ല, അവർക്ക് മാതാവിനെ ഒത്തിരി ബഹുമാനിക്കുന്ന ആൾക്കാരൊന്നും അല്ല എന്ന് പറയുകയാണെങ്കിലും ഞാൻ പറയും, അങ്ങനെയുള്ളവരോട് ഞാൻ പറയും, ഇത് നിങ്ങൾക്കൊരു വെളിച്ചമാകട്ടെ, നിങ്ങളിത് കയ്യിൽ വെച്ചിട്ട് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ മാതാവിനോടൊന്ന് ഇൻ്റർസെഷൻ ചോദിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അനുഭവം എന്നറിയാം. എനിക്ക് ഇന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെയാണ്, നേർച്ച വസ്തുക്കളാണ് ഞാൻ അവർക്കെല്ലാവർക്കും കൊടുക്കാറ്. അതൊക്കെയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആവശ്യക്കാരെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഞാൻ തന്നെ കണ്ടെത്തിയിട്ട് എന്നെക്കൊണ്ടാകുന്ന സഹായങ്ങൾ അറിയാവുന്ന സിസ്റ്റേഴ്സിനോട് അച്ഛന്മാരോടൊക്കെ ചോദിച്ച് നമുക്ക് ഏതെങ്കിലും ഒരാളങ്ങനെ സഹായിക്കേണ്ടതായിട്ടുണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ നേരിടും. വേറെ സംഘടനകൾ വഴിയൊക്കെയാണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നായിരുന്നത്. ഇപ്പം ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതായത് എനിക്ക് മുൻപുണ്ടായിരുന്ന ഒരു സാലറിയിൽ നിന്ന് ദൈവം എനിക്കൊരു ഉയർച്ച തന്നപ്പോൾ അതിൽ നിന്നൊരു പങ്ക് ഞാൻ മറ്റുള്ളവർക്ക് ആവശ്യക്കാർക്ക് കൊടുക്കാനായിട്ട് ദൈവം എന്നെ അനുവദിക്കുന്നുണ്ട്. അതിനെനിക്ക് സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയ അനുഗ്രഹങ്ങൾ, ഇനി ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ സാക്ഷി ഇവിടെ തീരില്ല. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന് അനുഗ്രഹിച്ച എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഈശോ അപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ മാത്രമല്ല, എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ തലമുറകളും എൻ്റെ ഈശോയെ മഹത്വപ്പെടുത്തി ജീവിക്കണം എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഇന്ന് ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി യാചിക്കുമായിരുന്നു. ഇന്ന് ഞാൻ ഭൗതിക അനുഗ്രഹങ്ങൾക്കല്ല, എൻ്റെ ആത്മീയ അനുഗ്രഹങ്ങൾ, അത് എനിക്ക് മാത്രമല്ല എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും ആത്മീയ അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്.